സംഭവിച്ചത് അപ്രതീക്ഷിതമായതല്ല. മുന്തിയ കാറിലെത്തിയ വിരുദ്ധന്മാർ നഗര സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ചിലത് മൂടോടെ കൊണ്ടുപോയി. പത്തനംതിട്ട നഗരസഭയുടെ കളറായ പദ്ധതിയിൽ തുരങ്കം വെച്ചവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പൂക്കൾ നിറഞ്ഞ ചട്ടികൾ പാതയോരത്ത് സ്ഥാനം പിടിച്ചിട്ട് 3 ആഴ്ചയേ ആകുന്നുള്ളൂ. ഒരുപാട് പേർ വെള്ളവും വളവും നൽകി വരുന്ന നിറമുള്ള പദ്ധതിയിൽ നിന്നാണ് മനോഹരമായത് 2 എണ്ണം ചട്ടിയോടെ പൊക്കിയത്. പത്തനംതിട്ട സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലായി സ്ഥാപിച്ചിട്ടുള്ള ചെടിച്ചട്ടികളിൽ 2 എണ്ണമാണ് മോഷണം പോയത്. 6-ാം തീയതി പുലർച്ചെ ഏറെക്കുറെ 1:30 സംഭവം. എതിർദിശയിലെ സ്വകാര്യ ആശുപത്രിയിലെ CCTV ക്യാമറയിൽ മോഷണം വ്യക്തമാണ്. കൗൺസിലർമാരാണ് CCTV ദൃശ്യങ്ങൾ തേടിയിറങ്ങിയത്. ഒരു പകൽ നീണ്ട ശ്രമങ്ങൾ ഫലം കണ്ടു. സംശയിക്കത്തക്ക വാഹനം ഉൾപ്പെട്ട 12 ദൃശ്യങ്ങൾ കിട്ടി. വാഹന നമ്പർ തെളിഞ്ഞതാകട്ടെ ബാറിലെ CCTVയിലും. ഇന്നലെ തന്നെ നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് നടപടികൾ ആരംഭിച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കുറ്റവാളികൾ പിടിക്കപ്പെടുമെന്നാണ്. CCTV ദൃശ്യങ്ങൾ ആകെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിൽ നിന്നും 1:30 മണിയോടുകൂടി വന്ന 2 ചെറുപ്പക്കാരാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറിൽ നിന്നും മോഷ്ടാക്കളുടെ ഏകദേശ ചിത്രം വ്യക്തമായിട്ടുണ്ടെന്നാണ് വിവരം. കൂട്ടത്തിൽ നവവരൻ ഉൾപ്പെട്ടതായും സംശയമുണ്ട്. പൊതുമുതൽ നശീകരണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ തന്നെയാണ് നഗരസഭാ നേതൃത്വം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.